പള്ളിത്തർക്ക പരിഹാര നിയമത്തിനെതിരെ ഓർത്തഡോക്സ് സഭയുടെ പ്രമേയം പള്ളികളിൽ വായിച്ചു. ബില്ലിന് ഗൂഢ ഉദ്ദേശമെന്ന പ്രമേയം സമാധാന അന്തരീക്ഷം തകർക്കാനേ ബില്ലിലൂടെ കഴിയൂവെന്നും വിമർശിച്ചു. അതേസമയം സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച യാക്കോബായ സഭ. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്കാണ് ഈ ഒരു നിയമം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ പ്രമേയം കൂടി പള്ളികളിൽ വായിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനുമായി ചില കൂടിക്കാഴ്ചകളെല്ലാം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധികാരികളെല്ലാം പോയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ഗോവിന്ദനുമായി നടത്തിയിട്ടുള്ള ആ ഒരു ചർച്ച അത് സമവായത്തിൽ എത്തിയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഭദ്ര, ഈ സഭാതർക്കം വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം വലിയ ബുദ്ധിമുട്ടുകൾ ഈ സഭാതർക്കവുമായി ബന്ധപ്പെട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സഭാതർക്കങ്ങൾ പലപ്പോഴും വലിയ രീതിയിലുള്ള ഈ തർക്കങ്ങളിലേക്ക് വന്ന ഒരു സ്ഥിതിവിശേഷം, സെമിത്തേരികളിൽ വിശ്വാസികളെ അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ സഭാതർക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്കാണ് LDF സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് സഭാതർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണത്തിനായി LDF രൂപീകരണം LDFിൽ ചർച്ചയാവുകയും LDF മുൻകൈ എടുത്ത് സഭാതർക്കത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ തീരുമാനമായത്. അപ്പോൾ ഈ നിയമനിർമ്മാണത്തിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത് വരികയും നിയമനിർമ്മാണത്തെ അനുകൂലിച്ചുകൊണ്ട് യാക്കോബായ സഭ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടയലേഖനങ്ങൾ ഇരു കൂട്ടരും ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിലും യാക്കോബായ സഭയുടെ പള്ളികളിലും വായിച്ചിട്ടുണ്ട്. ഭദ്ര. അജി, ഈ ഓർത്തഡോക്സ് സഭ ഈ നിയമ നിർമ്മാണത്തിനെ എതിർക്കുമ്പോഴും യാക്കോബായ സഭ അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, അതായത് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. അതായത് ഇത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കാം, ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതേസമയം യാക്കോബായ സഭ ഇതിനെ നല്ല രീതിയിൽ, അതായത് MV ഗോവിന്ദന്റെ തീരുമാനങ്ങൾക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ CPM-ൽ പ്രത്യാശ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക്